ശ്രീകുമാർ, ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആ സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് ഒരു 100 ദിവസമാണ്. ഇപ്പോൾ 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ സർക്കാർ. വി ഡി സതീശൻ ഒന്ന് ഇരിക്കട്ടെ, അദ്ദേഹം ഇരിക്കാനുള്ള സമയം കൊടുക്കൂ. അപ്പോൾ അതിനു മുൻപേ ചില പടയാളികളെ ഇറക്കിവിട്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ശരികേടാണ് എന്ന് പക്ഷക്കാരാണ് എല്ലാവരും. പക്ഷേ പോട്ടെ, പക്വതയായ ഒരു സമീപനം ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മിതത്വം പാലിക്കണമായിരുന്നു. പിന്നെ എന്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ പൊതുജന മധ്യത്തിലേക്ക് ഈ വിഷയം വഷളാക്കുന്ന രീതിയിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ കുറച്ചുകൂടി വഴി വെട്ടി തെളിക്കുന്ന അല്ലെങ്കിൽ തുറക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും പോയി. അപ്പോൾ അദ്ദേഹവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സമീപനമുണ്ട്. അപ്പോൾ എവിടെയാണ് ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വേണ്ടത്? അതും അടിയന്തരമായി വേണം. ഈ ഓരോ ദിവസവും കഴിയുമ്പോൾ എന്താണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിൽ തല്ലുന്ന രീതിയിലേക്ക് പോവുകയാണ് ആ സംഘടന. അത് ശ്രീ പ്രജീഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ പ്രശ്നം തീരണം, അല്ലെങ്കിൽ എന്താ പറയുക, KSUക്കാരുടെ കാര്യമാണ്. അപ്പൊ ഓരോ കോളേജിലും KSUവിൽ 2 വിഭാഗങ്ങൾ വന്നാൽ അല്ലെ തന്നെ കോളേജുകളിൽ KSU ദുർബലമാണ്. ആ കൂട്ടത്തിൽ 2 വിഭാഗങ്ങളായിട്ട് അടി തുടങ്ങിയാൽ അതൊരു മോശം പ്രവണതയിലേക്ക് എത്തും. കാരണം പ്രാദേശിക തലത്തിൽ അതിന് കോൺഗ്രസിലും പിന്നെ ചേരിതിലും ഒക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിൽ ഒരു പ്രശ്നം സംഭവിക്കില്ല. പക്ഷെ KSUക്കാർ കുട്ടികളെന്ന് വെച്ചാൽ അവരെ സംസ്ഥാനം അവരെ ആരും ഉപയോഗിക്കുന്ന ഞാൻ കരുതുന്നില്ല. പക്ഷെ അവര് ചില നേതാക്കളുടെ പോക്കറ്റിൽ കയറി പറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അതിന് ആദ്യമായിട്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ നേതാക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അവരാദ്യം നമ്മുടെ KPCC സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. KPCC സംവിധാനം എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഉത്തരവുണ്ട്. അതല്ല, KPCC സംവിധാനം എന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം വന്നാൽ പിന്നീട് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ എന്താ വെച്ചാൽ ചോദിക്കാൻ ആളില്ല, നാഥനില്ല. അപ്പൊ അതുകൊണ്ട് ആരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് നമ്മൾ സ്ഥിരം പറയുന്ന ആ രീതിയിലാവുകയാണ്. ഇപ്പൊ ഒരാൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആരും മനഃപൂർവ്വം അങ്ങനെ പറ എന്ന് പറയില്ല. പക്ഷെ അത് പറഞ്ഞാൽ അവരെ തിരുത്താത്ത തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. അത് KPCC പുനഃസംഘടന കഴിയുന്നവരെ ഉണ്ടാവും. KPCC ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടരും, അത് മോശമാണ്. പിന്നെ വേറൊരു വിഷയം, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ, ഞാൻ VD സതീശനെ ഇക്കാര്യത്തില് വിമർശിക്കുകയല്ല, പക്ഷെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താ പറയുക, അത് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നമ്മളുടെ ആ മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് AK ആന്റണി പത്രസമ്മേളനം നടത്തുമ്പോഴേ ഒരുപാട് പ്രകോപനപരമായ ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം അതിൽ നല്ല സരസമായ മറുപടി പറഞ്ഞുകൊണ്ട് ആ നാക്ക് പിടിച്ചത് കിട്ടും. ശ്രീ VD സതീശൻ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു യുവത്വം ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം ഏറ്റവും മാതൃകാ പുരുഷനായ അക്കാര്യങ്ങളിലൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസമാണെന്ന്. അതെ, തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാല് ഉമ്മൻചാണ്ടി സാറിന്റെ ചെയ്യുന്നത് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. അദ്ദേഹം ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ എന്ന് പറയുന്നത് അസുഖകരമായ ചില ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമാണത്. അദ്ദേഹം കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പത്തേക്ക് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങളിൽ അദ്ദേഹം സോളാർ കാലഘട്ടങ്ങളിൽ വിവാദം നിൽക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ പതിവ് ക്യാബിനറ്റിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം ഒന്നേലും ചെവി ഇങ്ങനെ പിടിച്ച് അങ്ങ് പറഞ്ഞ പോലെ അതെ, അതായത് ഹിതകരമല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അദ്ദേഹം അങ്ങനെ നമ്പർ അത്, പക്ഷേ മാധ്യമപ്രവർത്തകർക്കും പ്രശ്നമില്ല, ജനങ്ങൾക്ക് കേൾക്കുന്ന ആളുകൾക്കും പ്രശ്നമില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള മെയ്വഴക്കം അദ്ദേഹത്തിനും പല മുതിർന്ന നേതാക്കളും മെയ്വഴക്കല്ല. ശ്രീ പ്രജീഷെ, മെയ്വഴക്കല്ല, പറഞ്ഞ പൂർത്തിയാക്കട്ടെ. അതായത് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു വിഭാഗം ലേഖകര്, അതിൽ പാർട്ടിക്കാരാണ്, പാർട്ടി പ്രസിദ്ധീകരണങ്ങളുടെ ആളുകളുണ്ട്, വളഞ്ഞിട്ട വല്ലാതെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ ശൈലി മാറുന്നില്ല. സാധാരണ ഇതിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു ബഹുമാന്യതയുണ്ട്. അറിയാം മുഖ്യമന്ത്രിക്ക് നൽകാവുന്ന ഉത്തരത്തിന്റെ പരിധിയും അറിഞ്ഞുകൊണ്ട് പെരുമാറിയവരാണ് നമ്മളൊക്കെ. ഞാനും ജോർജ് പൊടിപാറൊക്കെ ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു നമ്മൾ അവരോടൊരു ബഹുമാനം, അവർക്ക് ചില ചോദ്യങ്ങളിൽ ഒരു പരിമിതിയുണ്ട്, ഉത്തരത്തിന് അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട്. ആ പരിധി നമ്മൾ മനസ്സിലാക്കിയിട്ട് ബഹുമാനം കൊടുത്ത് ബഹുമാനം തിരിച്ചു വാങ്ങിക്കുക എന്നുള്ള. ഇന്നതല്ല, ഇന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, പേരെടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് അദ്ദേഹത്തിന്. അപ്പൊ അത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ അറിയാമോ, അടിയന്തരമായിട്ട് ശ്രീ VD സതീശൻ ചെയ്യേണ്ടത് അദ്ദേഹം ഒരു നല്ല മിടുക്കനായ കോൺഗ്രസ് നേതാവിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെക്കണം.
കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ കാര്യങ്ങൾ അപഗ്രഥിച്ച് പറയാൻ പഠിച്ച് വരുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാവുന്ന തലത്തിലൊന്നും ആവില്ല അവർ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്മളൊന്നും വിചാരിക്കാത്ത ഒരാളായിരുന്നു ആദ്യം. നമ്മുടെ ആലപ്പുഴ DCC പ്രസിഡന്റ് ആയിരുന്ന വാസുദേവ് ശർമ്മ അറിയാമല്ലോ. അതുപോലെ നമ്മുടെ ഇദ്ദേഹം നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അപ്രതീക്ഷിതമായ ആ സ്ഥാനത്തേക്ക് കയറി വന്ന ഒരാളാണ് സ്പീക്കറായിരുന്നു നമ്മുടെ AP കുര്യൻ. അപ്പൊ ഇങ്ങനെ അവർക്കൊക്കെ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ അറിയാം. ഇപ്പൊ നമ്മൾ ഈ മുതിർന്ന പത്രപ്രവർത്തകരെന്ന് ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് എങ്ങനെയൊക്കെയാണ് ഈ രാഷ്ട്രീയം പോകുന്നത് വ്യക്തമായിട്ട് അറിയുന്നവരാ. അപ്പൊ അതുപോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അവർ വലിയ പ്രശസ്തിയും പ്രഗത്ഭരും ഒന്നും ആയിരിക്കില്ല പൊതുരംഗത്ത്, സോഷ്യൽ മീഡിയയിൽ താരമൊന്നും ആവില്ല, പക്ഷെ അവർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇന്ന രീതിയിൽ ഇന്നതാണ് നമ്മളുടെ ഒരു പോളിസി എന്ന് അതായത് മുഖ്യമന്ത്രിക്ക് ഉപദേശിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയുന്നില്ലെന്നല്ല അതിനർത്ഥം. പക്ഷേ അദ്ദേഹത്തിന്റെ 100,000 തിരക്കുകൾക്കിടയിൽ ഇന്ന പത്രസമ്മേളനത്തിൽ ഇന്ന ചോദ്യങ്ങൾ വരാൻ തയ്യാറുണ്ട്. രാഷ്ട്രീയക്കാരന്റെ ഒരു അനുഭവ പരിചയം മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു ചാലക ശക്തിയായി മാറുമെന്നാണ് അദ്ദേഹം താങ്കൾ ചുരുക്കത്തിൽ പറഞ്ഞത്.